Hi friends, welcome to Toppers World. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എൻവയോൺമെൻറ്റൽ സയൻസ് ക്ലാസ് 3 പുതിയ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. 3ാം ക്ലാസ്സിലെ പരിസര പഠനം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ 3ാമത്തെ ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് വാട്ടർ ആൻഡ് സോയിൽ. അപ്പോൾ നമുക്ക് നോക്കാം. Kuttan and friends started their game, and then came the rain drizzling. The sky darkened and lightning flashed. Kuttan and friends ran to their homes. എന്താണ് പറയുന്നത്? കുട്ടനും ഫ്രണ്ട്സും അവർ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ കെയിം ദ റെയിൻ ഡ്രിസ്ലിംഗ്. അപ്പോഴാണ് പെട്ടെന്ന് മഴ പെയ്യുന്നത്. ദ സ്കൈ ഡാർക്കൻഡ് ആൻഡ് ലൈറ്റ്നിങ് ഫ്ലാഷ്ഡ്. പെട്ടെന്ന് ആകാശമൊക്കെ ഇരുണ്ടു, ഇടിമിന്നലൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. കുട്ടനും ഫ്രണ്ട്സും വീട്ടിലേക്ക് ഓടിപ്പോയി. Little rain, fresh rain, pitter patter sounds, then it became mighty rain. ആദ്യം മഴ ഉണ്ടായിരുന്നു, പിന്നെ കുറഞ്ഞ് ചെറിയ മഴയായി മാറി. പിന്നീട് മഴ നിന്നു. The rain stopped and the clouds vanished. മഴ നിന്നു, മേഘങ്ങൾ പോയി, മഴമേഘങ്ങളെല്ലാം കാണാതെയായി. The soil cooled and flowers bloomed. മണ്ണെല്ലാം നല്ല തണുത്തു, പൂവൊക്കെ ബ്ലൂം ചെയ്തു. കുട്ടൻ joined his friends to play. വീണ്ടും ഇവർ കളിക്കാൻ എല്ലാവരും വന്നു. ആൻഡ് ഹാഡ് ഇനഫ് ഫൺ തക്കതിമി തോം. ഓക്കെ, ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിക്ചറിലൊരു മരം, ആ മരത്തിൻ്റെ പൊത്തിൽ ഒരു ബേർഡ് ഇരിക്കുന്നുണ്ട്. പിന്നെ താഴെ ചെടികൾ, ഒരു ഇല, ബട്ടർഫ്ലൈ, ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്താ പറയണേന്ന് നോക്കാം. വാച്ചിങ് റെയിൻ ഡ്രോപ്സ് ഫാളിങ് ഓൺ മൈ ലീവ്സ് ആൻഡ് സ്കാറ്ററിങ് ഈസ് ഫൺ ഇൻഡീഡ്. അപ്പോൾ ഇതിൻ്റെ ഈ ഇലകളിലേക്ക് മഴത്തുള്ളികൾ വീഴുന്നത്, അതിനെക്കുറിച്ചാണ് ഇത് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഐ ഡിഡ് നോട്ട് ഗെറ്റ് വെറ്റ് ഇൻ ദ റെയിൻ ബിക്കോസ് ഐ വാസ് ഇൻ ദിസ് ഹോൾ ഓഫ് ദ ട്രീ, ഇറ്റ്സ് വെരി കോൾഡ് ഔട്ട് ഹിയർ. പിന്നെ ഈ ബേർഡ് പറയണ എന്താ? ബേർഡ് നനഞ്ഞിട്ടില്ല, ബിക്കോസ് ബേർഡ് എന്തിനകത്തായിരുന്നു? ഈ മരപ്പൊത്തിനകത്തായിരുന്നു. ദ സോയിൽ ഈസ് വെറ്റ് ആൻഡ് ഡ്രെൻച്ച്ഡ്, ഐ വിൽ നൗ ഹാവ് ന്യൂ ഷൂട്ട്സ് കമ്മിങ്. മണ്ണൊക്കെ നന്നായി നനഞ്ഞു, എനിക്കിനി പുതിയ ഇലകളും എല്ലാം മുളച്ചു വരും എന്നാണ് ഈ ചെടി പറയുന്നത്. ഓക്കെ, മഴ വന്നതുകൊണ്ട് കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ആർ ദ ചേഞ്ചസ് ഹാപ്പൺ ഇൻ അവർ സറൗണ്ടിങ്സ് ആഫ്റ്റർ ദ റെയിൻ. ഓക്കെ, അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ചുറ്റുപാടിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കുക എന്നാണ്. ഓക്കെ, റൈറ്റ് ദം ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കിയിട്ട് അത് നിങ്ങൾ എഴുതണം. ഡസ് ഇറ്റ് റെയിൻ ഓൾ ദ ടൈം ഇൻ യുവർ ലൊക്കാലിറ്റി? നമ്മുടെ ലൊക്കാലിറ്റിയിൽ എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുമോ? ഇല്ല. ഇൻ വിച്ച് മന്ത് ഡു വി ഗെറ്റ് റെയിൻ? ഏതൊക്കെ മാസങ്ങളിലാണ് നമുക്ക് മഴ കിട്ടുക? മഴ ലഭിക്കുന്ന മാസങ്ങളാണ് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറിലൊക്കെ നമുക്ക് മഴ കിട്ടും. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ചേഞ്ചസ് ഹാപ്പൻ ഇൻ അവർ സറൗണ്ടിങ്സ് ആഫ്റ്റർ ദി റെയിൻ ചോദിച്ചിട്ടുണ്ട്. മഴയ്ക്ക് ശേഷം നമ്മുടെ സറൗണ്ടിങ്സിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മൊത്തം എല്ലാം കൂളായിട്ടുണ്ടാവും. അതുപോലെ തന്നെ പുതിയ പുതിയ ഇലകൾ, പുതിയ പുതിയ ചെടികളെല്ലാം ജെർമിനേറ്റ് ചെയ്ത് മുളച്ച് വരും. ഇങ്ങനെയുള്ള പിന്നെ റിവേഴ്സ്, പോൺസ് എല്ലാം നിറയും അല്ലേ? അങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളത് ഒന്ന് നിരീക്ഷിച്ച് നോക്കുക മഴ പെയ്യുന്ന സമയത്ത്. See the newspaper headlines about the rainfall in the month of June in Kerala. കേരളത്തിൽ മഴ പെയ്ത് അതിൻ്റെ ഒരു പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഹെവി റെയിൻഫോൾ ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്ട്. കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ നല്ല ഹെവി ആയിട്ടുള്ള മഴ പെയ്തതിൻ്റെ ഒരു പിക്ചറാണ്. നമുക്കറിയാം ജൂണിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുക. ഓക്കെ, how do we find out the difference in the amount of rainfall? Can we measure the rainfall? അപ്പോൾ നമുക്ക് ഈ മഴയുടെ അളവ്, എത്ര കൂടുതൽ മഴ കിട്ടി, കുറവ് മഴ കിട്ടി, ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുക? അതിനെന്തെങ്കിലും ഇൻസ്ട്രുമെൻ്റ് ഉണ്ടോ? നമുക്ക് മഴേനെ അളക്കാൻ പറ്റുമോ? എത്ര മഴയാണ് ലഭിച്ചതെന്ന് അളക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അത് അളക്കാൻ പറ്റും. We can see water in the empty vessels placed in the courtyard after the rainfall. The water in the vessels indicates the amount of the rainfall. Can we measure the water? Shall we make an instrument to measure rainfall? അതായത് നമുക്കിപ്പോൾ നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ പുറത്തൊക്കെ ബക്കറ്റൊക്കെ വെച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മൾ മഴ പെയ്ത് കഴിയുമ്പോൾ അത് നിറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു ബക്കറ്റിൽ അല്ലെങ്കിൽ ആ ഒരു പാത്രത്തിൽ കിട്ടിയ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇതുപോലെ മൊത്തം പെയ്യുന്ന മഴയുടെ അളവ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. പറ്റും. അങ്ങനെ മഴ അളക്കാനുള്ള ഇൻസ്ട്രുമെൻ്റാണ് റെയിൻ ഗേജ്.
ഓക്കെ, റെയിൻ ഗേജ് ആണ്. ദ റെയിൻ ഗേജ് ഈസ് എ സിമ്പിൾ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ റെയിൻഫോൾ. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. ഒരു സിമ്പിൾ ഇൻസ്ട്രുമെൻ്റ് ആണ് മഴ അളക്കാനുള്ള ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, ഹൗ ക്യാൻ വി മേക്ക് ദിസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റത്തെ ആൻസർ ആണ് കേട്ടോ. വാട്ട് ആർ ദ ചേഞ്ചസ് ഹാപ്പൻ ഇൻ അവർ സറൗണ്ടിങ്സ് ആഫ്റ്റർ ദ റെയിൻ? സറൗണ്ടിങ്സ് ബിക്കം വെറ്റ്. അതായത് നമ്മുടെ സറൗണ്ടിങ്സ് എന്തായി മാറും? ഭയങ്കര നനവുള്ളതാവും. വി ഫീൽ കോൾഡ്. നമുക്ക് നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെ ഫീൽ ചെയ്യും. വാട്ടർ റിസോഴ്സസ് ഫിൽഡ് വിത്ത് മോർ വാട്ടർ. പിന്നെ നമ്മുടെ ചുറ്റുമുള്ള റിവറും പോണ്ടും ഒക്കെ വെള്ളം കൊണ്ട് നിറയും. പിന്നെ ലീവ്സ് സോയിൽ ബിക്കം വെറ്റ് ആൻഡ് അബ്സോർബ്സ് വാട്ടർ. ഇലകളും മണ്ണും എല്ലാം വെള്ളത്തിനെ വലിച്ചെടുക്കും, നനഞ്ഞതായി മാറും. പുതിയ പ്ലാന്റുകൾ മുളച്ചു വരും. ഓക്കെ, ഇതിൻ്റെ ആൻസർ ആണ് കേട്ടോ. വാട്ട് ആർ ദ ചേഞ്ചസ് ഹാപ്പൻ ഇൻ അവർ സറൗണ്ടിങ്സ് ആഫ്റ്റർ ദി റെയിൻ ആണ്. ഓക്കെ, സോ ഇവിടെ റെയിൻ ഗേജ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസിനെ കുറിച്ചാണ് പറയണത്. ഒരു ഗ്ലാസ് ബോട്ടിൽ, ഫണൽ, സ്കെയിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിക്സ് ദ സ്കെയിൽ ടു ദ ഗ്ലാസ് ബോട്ടിൽ as shown in the picture. Place the funnel on top of the glass bottle. Fix the bottle in an open space outside. Note down the water level at fixed intervals. അപ്പോൾ ഇത് നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഒരു ഗ്ലാസ് ബോട്ടിലൊക്കെ എടുത്ത് ഒരു ഫണലൊക്കെ അതിൻ്റെ ടോപ്പിൽ കൊണ്ട് വെച്ച് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? വാട്ടർ ലെവൽ അളക്കാൻ. ഇതിലൂടെ മഴ പെയ്യുന്ന സമയത്ത് എത്ര വെള്ളം ഇതിൽ വീണു, സ്കെയിലൊക്കെ വെച്ചിട്ട് കേട്ടോ. പിന്നെ അതൊരു സ്കെയിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അളവ് നമുക്ക് അത് വെച്ചിട്ട് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു പരീക്ഷണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. Remember to note down the amount of rainfall received each day on the glass bulletin board. നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അത് അളന്നതിന് ശേഷം ഏത് ഡേ ആണ് ഹയസ്റ്റ് റെയിൻഫോൾ, ഏത് ഡേ ആണ് ലോവസ്റ്റ് റെയിൻഫോൾ, ഈസ് ദ ഡേ ദാറ്റ് ഡിഡ് നോട്ട് റിസീവ് റെയിൻ അറ്റ് ഓൾ, മഴ ലഭിക്കാത്ത ദിവസങ്ങളുണ്ടോ, ഇതൊക്കെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം മഴ വരുന്ന സമയത്ത്. ഓക്കെ, അടുത്തത് നിങ്ങളോട് ഒരു റെയിൻ ഗേജ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത്, വേർ ഡസ് ദ റെയിൻ വാട്ടർ ഗോ? മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ മഴവെള്ളം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കാം. വേർ ഡസ് ദ റെയിൻ വാട്ടർ ഗോ ആഫ്റ്റർ ദ റെയിൻഫോൾ? മഴ പെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടായിരിക്കും ഈ മഴവെള്ളം പോവുക? റിവേഴ്സ്, പോൺസ്, സീ, വെൽ, ഇതിലേക്ക് എല്ലാം പോകും അല്ലേ? പുഴയിലേക്കും അരുവിയിലേക്കും അതുപോലെ കടലിലേക്കും കിണറിലേക്കും ഒക്കെ മഴവെള്ളം ഇറങ്ങിപ്പോവും. ഓക്കെ, അതിൻ്റെ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഫിൽ ഡ്രൈ സോയിലിനെ പ്ലാസ്റ്റിക് ബോട്ടിൽ. നല്ല ഡ്രൈ ആയിട്ടുള്ള സോയിൽ എടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നിറയ്ക്കുക. മേക്ക് എ ഹോൾ അറ്റ് ദ ബോട്ടം ഓഫ് ഇറ്റ്. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു ഓട്ട ഉണ്ടാക്കുക. ഓക്കെ, പിന്നെ എടുക്കേണ്ടത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ, വാട്ടർ, ഒരു നീഡിൽ, ഇത് എടുത്തിട്ടുണ്ട് നമുക്ക് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ. എന്നിട്ട് യൂസ് ദി ഒബ്ജക്ട്സ് ഇൻ ദ പിക്ചർ 2 ടു ഗെറ്റ് റെയിൻ ഇൻ ടു ദി സോയിൽ ഇൻ ദ ബോട്ടിൽ ഓഫ് പിക്ചർ 1. ബട്ട് ഹാപ്പൻസ് ടു ദി വാട്ടർ വെൻ ഇറ്റ് ടച്ചസ് ദി സോയിൽ. അപ്പോൾ ഈ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിത് നനയ്ക്കണം. അപ്പോൾ വാട്ടർ ഈ സോയിലിൽ ടച്ച് ആയി കഴിഞ്ഞാൽ ഇതിന് എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടല്ലോ, ഒന്നുമില്ല. ഈ സോയിൽ നോർമലി സംഭവിക്കുന്ന പോലെ തന്നെ സോയിൽ എന്ത് ചെയ്യും? വെള്ളത്തിനെ അബ്സോർബ് ചെയ്യും, വലിച്ചെടുക്കും. സോയിൽ അബ്സോർബ്സ് ദി വാട്ടർ. ഓക്കെ, അടുത്തത് വാട്ടർ സോഴ്സസ് ആണ്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് വാട്ടർ റിസോഴ്സസ് ഉണ്ട്. നമ്മുടെ വീടുകളിൽ കാണുന്ന കിണർ, അതുപോലെ കുഴൽ കിണറുകളില്ലേ, ബോർവെല്ല്, പോണ്ട്, ഇതെല്ലാം എന്താണ്? വാട്ടർ സോഴ്സസ് ആണ് കേട്ടോ. ദെൻ വേർ ഡു യു ഗെറ്റ് വാട്ടർ ഫോർ യുവർ ഹോംസ്? നമ്മുടെ വീടുകളിലേക്ക് നമുക്ക് എവിടെ നിന്നാണ് വെള്ളം കിട്ടുക? നമുക്ക് കിണറുണ്ടാവും അല്ലേ? വെൽ, റിവർ, പോണ്ട്, ഡാംസ്, ഇതിൽ നമുക്ക് വെള്ളം അവൈലബിൾ ആയിരിക്കും. അടുത്തത് സുരംഗ ആൻഡ് കേനി. എന്താണ് ഈ സുരംഗ? The method of building tunnels that are just enough for a person to walk through and to bring groundwater outside is called suranga. അതായത് ഇതൊരു ടണലാണ്. അതെന്തെന്ന് വെച്ചാൽ ഒരാൾക്ക് മാത്രമേ ഇതിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. വാക്ക് ചെയ്ത് പോയിട്ട് ഗ്രൗണ്ട് വാട്ടർ നമുക്ക് എടുത്തിട്ട് വരാൻ പറ്റും ഈ സുരംഗയിൽ കൂടെ പോയിട്ട്. ആൻഡ് ദിസ് മെത്തേഡ് ഹാസ് ബീൻ യൂസ്ഡ് ഫോർ ഏജസ് ടു കളക്ട് വാട്ടർ ഇൻ കാസർഗോഡ് ഡിസ്ട്രിക്ട് ആൻഡ് സം പാർട്സ് ഓഫ് കർണാടക. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് കാസർഗോഡ് ഭാഗത്തും അതുപോലെ കർണാടകയുടെ ഭാഗത്തും ഒക്കെയാണ് ഈ സുരംഗ കിണറുകൾ കണ്ടുവരുന്നത്. ടൈപ്പ് ഓഫ് കിണർ തന്നെയാണ് നമ്മൾ പറയുക കേട്ടോ. അടുത്തത് കേനി. ദ വേർഡ് കേനി മീൻസ് വെൽ.
കെനി പറഞ്ഞാൽ വെല്ല് തന്നെയാണ്, കിണറാണ്. കെനി ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ഇൻസേർട്ടിങ് ഹോളോവ്ഡ് വുഡ് ഓഫ് ലാർജ് ട്രീസ് ഇൻ ടു ദി എർത്ത് ഉണ്ടല്ലോ. അതായത് മരക്കഷ്ണം ഉണ്ടല്ലോ, വലിയ ഹോളോഡ് ഓട്ടയുള്ള മരത്തിൻ്റെ കട്ട എർത്തിലേക്ക് നമ്മൾ ഇറക്കി വെക്കുകയാണ്. ആൻഡ് കെനി ഈസ് ഓൺലി ഡീപ്പ് ഇനഫ് ഫോർ ടേക്കിംഗ് വാട്ടർ വിത്ത് വെസൽസ് ഡയറക്റ്റ്ലി. അപ്പോൾ നമുക്ക് കിണറിൽ നിന്ന് വെള്ളം എടുക്കണ പോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് വെള്ളം എടുക്കാം. ഓക്കെ, ഇറ്റ് ഈസ് സ്റ്റിൽ യൂസ്ഡ് ബൈ മെനി ട്രൈബൽ ഗ്രൂപ്പ്സ് ഇൻ കേരള. കേരളത്തിൽ ഒരുപാട് ട്രൈബൽ ആദിവാസി ഗ്രൂപ്പുകളില്ലേ, അവരിത് ഉപയോഗിക്കുന്നുണ്ട്, ഈ കെനി എന്ന് പറഞ്ഞിട്ടുള്ള കിണർ കേട്ടോ. അടുത്തത് വാട്ടർ ഫോർ ലൈഫ്. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, നമുക്കതിൽ ഡിഫറെൻറ്റ് ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റും. ഒബ്സർവ് ദ പിക്ചർ. ദീസ് ക്രിയേച്ചേഴ്സ് യൂസ് വാട്ടർ ഇൻ ദ പോണ്ട് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്. വാട്ട് ആർ ദേ? ഇവിടെയുള്ള ജീവികൾ വെള്ളം ഡിഫറെൻ്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ്? ഡ്രിങ്കിങ്, ബാത്തിങ്, ബ്രീത്തിങ്, ലിവിങ് അല്ലേ? വെള്ളത്തിനകത്ത് ജീവിക്കുന്ന മീനുകളെ പോലെയുള്ള ഫ്രോഗ്സൊക്കെ ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ലിവിങ്ങിന് വേണ്ടിയിട്ടൊക്കെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ക്രിയേച്ചർ ആൻഡ് അവർ വെള്ളത്തിന് ഏത് രീതിയിൽ യൂസ് ചെയ്യണം, യൂസ് ഓഫ് വാട്ടർ കേട്ടോ. നോക്കാം. ഇല്ല, ക്രിയേച്ചേഴ്സ് ഏതൊക്കെയാണ്? ഫിഷും എലിഫൻറ്റും അവർ തന്നിട്ടുണ്ട്. ടൈഗർ, ഡീർ, മങ്കി, ക്രൊക്കഡൈൽ നമ്മൾ കൊടുത്തതാണ്. നമുക്ക് നോക്കാം. ഫിഷിൻ്റെ യൂസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഫിഷ് ലിവിങ്ങിനും ബ്രീത്തിങ്ങിനും ഉപയോഗിക്കുന്നുണ്ട്, അകത്താണല്ലോ, വെള്ളത്തിനകത്ത്. എലിഫൻറ്റ് ഡ്രിങ്കിങ്, ബാത്തിങ്. ടൈഗറും അത് തന്നെയാണ്, ഡ്രിങ്കിങ്, ബാത്തിങ്. പിന്നെ മാന്, ഡീറും അത് തന്നെയാണ്, ഡ്രിങ്കിങ്ങും ബാത്തിങ്ങും. മങ്കിയും ഡ്രിങ്കിങ്ങും ബാത്തിങ് തന്നെയാണ്. ക്രൊക്കഡൈലാണ് അതിനകത്ത് ജീവിക്കുന്നത്, ലിവിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി വാട്ട് പർപ്പസ് ഡു വി യൂസ് വാട്ടർ ഫോർ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ എന്തിനൊക്കെയാണ് വെള്ളം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ മെയിനായിട്ട് വെള്ളം ഡ്രിങ്കിങ് തന്നെയാണ് അല്ലേ, ഡ്രിങ്കിങ്, ബാത്തിങ്. പിന്നെ നമുക്ക് അഗ്രികൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം വേണം, അഗ്രികൾച്ചർ പർപ്പസ്. പിന്നെ തുണി അലക്കാൻ വെള്ളം വേണം, വാഷിംഗ് ക്ലോത്ത്സ്, ക്ലീനിങ്ങിന് വെള്ളം വേണം. പിന്നെ അതുപോലെ തന്നെ എല്ലാത്തിനും വെള്ളം വേണം അല്ലേ. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് എഴുതാം. അടുത്തത്, what will happen to human beings and other living things if they do not get enough water? Discuss and write. ഓക്കെ, അപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീങ്സിനും ബാക്കി ലിവിങ് തിങ്സിനും ആവശ്യത്തിന് വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് കനോട്ട് സർവൈവ് വിത്തൗട്ട് വാട്ടർ. നമ്മൾ പ്ലാന്റ്സിനാണെങ്കിലും ആനിമൽസിനാണെങ്കിലും വെള്ളമില്ലാതെ നിലനിൽക്കാൻ പറ്റില്ല. ഓർഗാനിക് ഫെയിലിയർ ആൻഡ് ഡെത്ത്. പിന്നെ നമുക്ക് കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ ആ ഓർഗാനിക് ക്രോപ്സ് എല്ലാം നശിക്കും, വെള്ളം ഇല്ലാണ്ട്. മരണം വരെ സംഭവിക്കും അല്ലേ, വെള്ളം ലഭിക്കാണ്ട്. നോ വാട്ടർ ടു ഡ്രിങ്ക്. കുടിക്കാൻ പോലും വെള്ളം ഉണ്ടാവില്ല. അഗ്രികൾച്ചർ ലാൻഡ് ബിക്കം ഡ്രൈ. കൃഷി പാടങ്ങളെല്ലാം വരണ്ട് ഉണങ്ങും. ഇറ്റ് അഫക്ട്സ് ഹ്യൂമൻ ഹെൽത്ത്. നമ്മുടെ ആരോഗ്യത്തിനെ അത് അഫക്റ്റ് ചെയ്യും. നോ വാട്ടർ ഫോർ ബാത്തിങ് ആൻഡ് വാഷിംഗ്. ബാത്തിങ്ങിനും വാഷിങ്ങിനും ഒന്നും വെള്ളം ലഭിക്കാതെ വരും. ഓക്കെ, അടുത്തത് പ്ലീസ് ഡോണ്ട് വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. വാട്ടർ പൈപ്പ് ബേസ്റ്റഡ് ഇൻ ദി സിറ്റി, റോഡ് ഫിൽഡ് വിത്ത് വാട്ടർ. അപ്പോൾ ഇവിടെ വെള്ളം ലോസ് ആവുന്നതിൻ്റെ ഒരു പിക്ചറാണ്, വേസ്റ്റേജ് ഓഫ് വാട്ടർ ആണ് കാണിച്ചിരിക്കുന്നത്. റൈറ്റ് ഡൗൺ എ ഫ്യൂ സിറ്റുവേഷൻസ് ഇൻ വിച്ച് വാട്ടർ ഈസ് വേസ്റ്റഡ്. അപ്പോൾ വെള്ളം വേസ്റ്റ് ആവുന്ന കുറച്ച് സിറ്റുവേഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ലെറ്റിംഗ് ദ ടാപ്പ് റൺ വൈൽ ബ്രഷിംഗ് ടീത്ത് ഓർ ഷേവിങ്. അതായത് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോഴോ ഷേവ് ചെയ്യുമ്പോഴോ ഒക്കെ ടാപ്പ് ഓൺ ചെയ്ത് വെച്ചിട്ടേ നമ്മൾ ചെയ്യും, വെള്ളം ഒരുപാട് നഷ്ടപ്പെട്ടു പോകും. ടേക്കിംഗ് വെരി ലോങ് ഷവർ ബാത്ത്സ്. കുളിക്കുന്ന സമയത്ത് ഒരുപാട് നേരം ടാപ്പ് ഓൺ ചെയ്ത് ഷവറിലൊക്കെ കുളിക്കുമ്പോൾ, ഷവർ ബാത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് വെള്ളം അങ്ങനെയും പോകും. വാഷിംഗ് വെഹിക്കിൾസ് വിത്ത് ഫ്രഷ് വാട്ടർ. നല്ല വെള്ളം യൂസ് ചെയ്തിട്ട് വണ്ടികളൊക്കെ കഴുകുക. അതുപോലെ തന്നെ ആനിമൽസിനെയൊക്കെ ബാത്ത് ചെയ്യിപ്പിക്കുക. ഇതെല്ലാം വെള്ളം വേസ്റ്റ് ചെയ്യിക്കുന്ന സിറ്റുവേഷനാണ് കേട്ടോ. വാട്ട് ക്യാൻ ബി ഡു ടു സ്റ്റോപ്പ് വേസ്റ്റിംഗ് വാട്ടർ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെള്ളം പാഴാവാതിരിക്കാൻ? ഒരു പോയിന്റ് അവർ തന്നിട്ടുണ്ട്. ഡോണ്ട് ലീവ് ടാപ്സ് ഓപ്പൺ കെയർലെസ്ലി. ടാപ്പ് വെറുതെ നമ്മൾ കെയർലെസ്സാ തുറന്ന് വെക്കാതിരിക്കുക. നെക്സ്റ്റ്, യൂസ് റീയൂസബിൾ വാട്ടർ ബോട്ടിൽസ്. അതായത് റീയൂസബിൾ ചെയ്യാവുന്ന വാട്ടർ ബോട്ടിൽസ് യൂസ് ചെയ്യുക. അപ്പം നമുക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും വെള്ളം നിറച്ചിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. വെള്ളം വെറുതെ വേസ്റ്റ് ആകില്ല. അങ്ങനെ ടേക്ക് ഷോർട്ടർ ഷവേഴ്സ്. നമ്മൾ കുളിക്കുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും കുറച്ച് വെള്ളം എടുക്കുക, കുറച്ച് നേരം കൊണ്ട്
കുളിയൊക്കെ തീർക്കുക. യൂസ് വാട്ടർ എഫിഷ്യൻറ്റ് അപ്ലയൻസസ്, വാട്ടർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരുപാട് വെള്ളം നഷ്ടപ്പെടാത്ത അപ്ലയൻസസ് യൂസ് ചെയ്യുക. റെയിൻ വാട്ടറിന് റീയൂസ് ചെയ്യുക, റീയൂസ് റെയിൻ വാട്ടർ. ഓക്കെ, അടുത്തത് വാട്ടർ പ്യൂരിഫിക്കേഷൻ ആണ്. ഹൗ ഡസ് ദ മഡി റെയിൻ വാട്ടർ ഗോ ക്ലീൻ വെൻ ഇറ്റ് റീച്ചസ് ദ വെൽ? അപ്പോൾ വെള്ളിലേക്കൊക്കെ പോണ സമയത്ത് നമ്മൾ ഈ മഴവെള്ളം എന്ന് പറയുന്നത് മണ്ണും ചെളിയുമായി മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷെ അത് വെള്ളിലെത്തുന്ന സമയത്ത്, കിണറിലെത്തുന്ന സമയത്ത് അത് ക്ലീൻ ആയിരിക്കും. അതെങ്ങനെയെന്നാണ് ഇവിടെ അതൊരു ബോക്സിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, നോക്കാം. A part of the rainwater seeps into the soil. It filters down through the soil. കണ്ടല്ലോ, അതായത് മഴ പെയ്യുന്നുണ്ട്, മഴവെള്ളം കംപ്ലീറ്റ് ആയിട്ടല്ല മണ്ണിലേക്ക് ഇറങ്ങുന്നത്. എ പാർട്ട് ഓഫ് ദി റെയിൻ വാട്ടർ ആണ്. എത്ര മഴ പെയ്യുന്നോ അതിൻ്റെ ഒരു ചെറിയ അളവ് മാത്രമേ മണ്ണിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുള്ളൂ. ഇറ്റ് ഫിൽറ്റേഴ്സ് ഡൗൺ ത്രൂ ദി സോയിൽ. മണ്ണിൻ്റെ അടിയിലേക്ക് പോകും തോറും സോയിൽ തന്നെ എന്ത് ചെയ്യുന്നു, അതിനെ ഫിൽറ്റർ ചെയ്യും, ആ വെള്ളത്തിനെ അരിക്കും. ദിസ് ബിക്കംസ് ഗ്രൗണ്ട് വാട്ടർ ആൻഡ് റീച്ചസ് ദി വെൽ. അത് ഗ്രൗണ്ട് വാട്ടർ ആയിട്ട് മാറും, എന്നിട്ട് അത് കിണറിലെത്തും, ആൻഡ് അതർ വാട്ടർ റിസോഴ്സസിലും അതെത്തും. ദ വാട്ടർ ബിക്കംസ് ക്ലിയർ വെൻ ഇറ്റ് ഫിൽറ്റേഴ്സ് ഡൗൺ ത്രൂ ദി സോയിൽ. സോ സോയിലിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ വാട്ടറിനെ ഫിൽറ്റർ ചെയ്ത് അടിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, അടുത്തത് ടേണിങ് മഡി വാട്ടർ ഇൻ ടു ക്ലിയർ വാട്ടർ. അതിലൊരു എക്സ്പെരിമെൻ്റ് ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. നമ്മൾ സോയിൽ തന്നെയാണ് ഇത് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അതുപോലൊരു എക്സ്പെരിമെൻ്റ് ആണ്. ടേക്ക് 3 coconut shells ആൻഡ് മേക്ക് എ ഹോൾ ഈച്ച് ഇൻ ദം. നിങ്ങളോട് 3 ചിരട്ട എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് അതിൽ ഹോൾ ഉണ്ടാക്കുക. പ്ലേസ് കോട്ടൺ ഓർ ക്ലോത്ത് ഓവർ ദി ഹോൾ. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു കോട്ടണോ ക്ലോത്തോ വെക്കുക ഹോളിൻ്റെ മേലെ. ഫിൽ ഗ്രേവൽ, സാൻഡ് ആൻഡ് കോക്കനട്ട് ഷെൽ, ചാർക്കോൾ ഇൻ ഈച്ച് ഓഫ് ദി ഷെൽസ്. എന്നിട്ട് ഗ്രേവൽ, സാൻഡ്, കോക്കനട്ട് ഷെൽ, ചാർക്കോൾ ഇതെല്ലാം കൂടി നിറയ്ക്കുക. ഓക്കെ, അറേഞ്ച് ഇറ്റ് ഓവർ എ ഗ്ലാസ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ. എന്നിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് വെക്കുക. നൗ pour muddy water into coconut shell at the top. എന്നിട്ട് ഏറ്റവും ഫസ്റ്റുള്ള ആ ഒരു കോക്കനട്ട് തേങ്ങാ ചിരട്ടയിൽ എന്തൊഴിച്ചു കൊടുക്കുക, ഈ മഡി വാട്ടർ, ചെളിയൊക്കെ മിക്സ് ആയിട്ടുള്ള ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഒന്നിൽ ഗ്രേവല്, സാൻഡ്, കോക്കനട്ട് ഷെൽ, ചാർക്കോൾ ഇതിലെല്ലാം തട്ടി അവസാനം ഈ ഗ്ലാസ്സിലെത്തുമ്പോൾ ഈ വെള്ളം മഡൊന്നും ഇല്ലാത്ത നല്ല വെള്ളമായി ഫിൽറ്റർ ആയിട്ടുണ്ടാവും കേട്ടോ. കണ്ടോ, മഡി വാട്ടർ ടേൺ ഇൻ ടു ക്ലിയർ വാട്ടർ ആയിട്ടുണ്ടാവും ഇത്രയും ലേയേഴ്സിലൂടെ കടന്നു വരുമ്പോൾ. ദ സെയിം മെത്തേഡ് ഈസ് യൂസ് ടു ഫിൽറ്റർ വാട്ടർ ഇൻ ദ റെയിൻ വാട്ടർ ടാങ്ക്. ഈ മെത്തേഡ് തന്നെയാണ് നമ്മൾ മഴവെള്ള സംഭരണികൾ ഉണ്ടാവും, റെയിൻ വാട്ടർ ടാങ്കിലേക്ക് വരുന്ന വെള്ളം ഫിൽറ്റർ ചെയ്യാനും ഉപയോഗിക്കുക. അടുത്തൊരു ബോക്സാണ്, നോക്കാം. Different types of water purifiers are used in institutions and homes. Seawater is purified and used as drinking water in some countries with severe pure water shortage. എന്താ പറയുന്നത്, നമ്മുടെ വീടുകളിലും ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും ഒക്കെ വാട്ടർ പ്യൂരിഫയേഴ്സ് കാണാൻ പറ്റുന്നു അല്ലേ. സീ വാട്ടർ അടക്കം പ്യൂരിഫൈ ചെയ്ത് ചില രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. മഴവെള്ളം സംഭരിച്ച് പ്യൂരിഫൈ ചെയ്തിട്ട്, മഴവെള്ളമല്ല, കടൽ വെള്ളം കേട്ടോ. സീ വാട്ടർ പ്യൂരിഫൈ ചെയ്ത്, ഉപ്പുവെള്ളം ആയിരിക്കുമല്ലോ, അത് പ്യൂരിഫൈ ചെയ്ത് ചില രാജ്യങ്ങൾ കുടിക്കാൻ ഉപയോഗിക്കുന്നു. കാരണം അവിടെ വാട്ടർ ഷോർട്ടേജ് കൂടുതലുള്ള രാജ്യങ്ങളായിരിക്കും. ദ വാട്ടർ റിസീവ്ഡ് ഇൻ ഹോംസ് ഫ്രം പബ്ലിക് വാട്ടർ സപ്ലൈ സിസ്റ്റം ഈസ് കളക്റ്റഡ് ഫ്രം വാട്ടർ സോഴ്സസ് ആൻഡ് പ്യൂരിഫൈഡ്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലേക്ക് കിട്ടുന്ന പബ്ലിക് വാട്ടർ സപ്ലൈ സിസ്റ്റം, നമുക്ക് ടാപ്പ്, ഡാമിൽ നിന്നൊക്കെ ആയിരിക്കും ചിലർക്ക് വെള്ളം വരിക, പബ്ലിക് വാട്ടർ സപ്ലൈ, അങ്ങനെയുള്ള വെള്ളമാണെങ്കിൽ പോലും വാട്ടർ സോഴ്സസ് നിന്ന് കളക്ട് ചെയ്ത് പ്യൂരിഫൈ ചെയ്തിട്ടാണ് നമുക്ക് അവൈലബിൾ ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്, ദി ഇമ്പോർട്ടൻസ് ഓഫ് സോയിൽ. എന്തൊക്കെയാണ് മണ്ണിൻ്റെ ഇമ്പോർട്ടൻസ്? അതിലാദ്യത്തെ, വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ദാറ്റ് ക്രിയേച്ചേഴ്സ് ആൻഡ് പ്ലാന്റ്സ് ഗെറ്റ് ഫ്രം സോയിൽ. മണ്ണിൽ നിന്ന് ക്രിയേച്ചേഴ്സിനും പ്ലാന്റ്സിനും എന്തൊക്കെ ബെനിഫിറ്റാണ് ഉണ്ടാവുന്നത് നോക്കാം. ഈ മണ്ണ് ഒരു ഷെൽട്ടറാണ്, ഈ ജീവജാലങ്ങൾക്ക് ഒരു വീടാണ് മണ്ണ് ശരിക്കും. സോയിൽ പ്രൊവൈഡ്സ് ഷെൽട്ടർ, ഹെൽപ്സ് ഇൻ ഡീകമ്പോസിഷൻ. പിന്നെയോ മണ്ണ് എല്ലാം മണ്ണിലേക്ക് തന്നെ അഴുകിച്ചേരും അല്ലേ. എന്തെങ്കിലും പ്ലാന്റ്സ് ആയാലും അനിമൽസ് ആയാലും ചത്തു കഴിഞ്ഞാൽ ഡീകമ്പോസിഷൻ നടക്കണമെങ്കിൽ സോയിൽ വേണം, അത് മണ്ണിലേക്ക് തന്നെ അഴുകിച്ചേരും. ഇറ്റ് ഈസ് എ ന്യൂട്രിയൻ സോഴ്സ് ഫോർ പ്ലാന്റ്സ്. പ്ലാന്റ്സിന് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും കിട്ടുന്നത് എവിടെ നിന്നാണ്? മോസ്റ്റ്ലി അത് കിട്ടുന്നത് മണ്ണിൽ നിന്നാണ്. പിന്നെ വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും സോയിൽ. മനസ്സിലായില്ലേ? വാട്ടർ സ്റ്റോറേജും സോയിൽ, അണ്ടർഗ്രൗണ്ട് വാട്ടറൊക്കെ അങ്ങനെയാണ് കേട്ടോ, വാട്ടർ സ്റ്റോറേജും ചെയ്യുന്നുണ്ട്.
ഇനി ഹൗ എബൌട്ട് us, മനുഷ്യർക്ക് ഹ്യൂമൻ ബീയിങ്സിന് വാട്ടർ സോയിൽ നിന്ന് എന്തൊക്കെയാണ് ഗുണങ്ങൾ? മണ്ണ് വെച്ചിട്ടാണ് നമ്മൾ പോട്ടറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുക. ഓക്കെ, ഈ കലം പോലെയുള്ള സാധനങ്ങൾ, മൺകലങ്ങൾ, മൺചട്ടികളൊക്കെ. ഫോർ പ്ലാന്റിങ് ട്രീസും ചെടികളും വെക്കണമെങ്കിൽ മണ്ണിലല്ലേ വെക്കുക, അപ്പം അതിന്. ഫോർ ബിൽഡിംഗ് ഹൗസസ്, വീടുകളൊക്കെ പണിയണമെങ്കിലും എന്ത് വേണം? സോയിൽ വേണം. നമ്മൾ അടിയിൽ നിന്നല്ലേ കെട്ടിപ്പൊക്കുക, അതിനും മണ്ണ് ആവശ്യമാണ്, മണൽ ആവശ്യമാണ്. ഓക്കെ, അടുത്തത് what are the features of the soil used to create shapes? Examine the color and size of the grains. Are the soil seen around us the same? നമ്മുടെ ചുറ്റും കാണുന്ന സോയിലെല്ലാം സെയിം ആണോ? അതിൻ്റെ സൈസ് ഓഫ് ഗ്രെയിൻസ്, തരികളുടെ വലിപ്പമൊക്കെ സെയിം ആണോ? അല്ല. അപ്പം നമ്മളുടെ അടുത്ത് ഇവിടെ കളക്ട് സോയിൽ ഫ്രം യുവർ സ്കൂൾ കോർട്ട്യാർഡ് അണ്ടർനീത്ത് എ ട്രീ, ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് പ്ലേ ഗ്രൗണ്ട്. ഇവിടെ നിന്നൊക്കെ മണ്ണ് കളക്ട് ചെയ്ത് അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം സ്കൂൾ കോർട്ട്യാർഡ് എന്നാണെങ്കിൽ നമുക്ക് നോക്കാം. സ്കൂൾ കോർട്ട്യാർഡ് അറിയാലോ, സ്കൂൾ മുറ്റത്തുള്ള, അതുപോലെ തന്നെ മരത്തിൻ്റെ അടിയിൽ നിന്ന്, ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ, പ്ലേ ഗ്രൗണ്ടിൽ നിന്ന്. അപ്പോൾ ഈ 4 സ്ഥലത്തു നിന്നും കളക്ട് ചെയ്യുന്ന സോയിലിന് കളറുകൾ വ്യത്യസ്തമായിരിക്കും കേട്ടോ. സ്കൂൾ കോർട്ട്യാർഡിൽ നിന്നാണെങ്കിൽ ഡാർക്ക് ബ്രൗൺ കളർ. നിങ്ങൾക്ക് നിങ്ങളുടെ പരിസരത്തുള്ളത് വെച്ച് ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ ഇത് എഴുതാൻ. എല്ലാവരുടെയും ഒരേപോലെ ആയിരിക്കില്ല. സ്കൂൾ കോർട്ട്യാർഡിൽ ഡാർക്ക് ബ്രൗൺ, അണ്ടർനീത്ത് ട്രീ ബ്ലാക്ക് ആയിരുന്നു മണ്ണ്, ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ റെഡിഷ് ബ്രൗൺ സോയിലായിരുന്നു, പ്ലേ ഗ്രൗണ്ടിൽ റെഡ് കളർ സോയിലായിരുന്നു. ഇതിൻ്റെ ഫീച്ചേഴ്സും ഡിഫറെൻ്റ് ആണ്. ചിലവിടത്തെ ആണെങ്കിൽ ഗ്രെയിൻസ്, വലിപ്പം, നനവ് ഇതിലെല്ലാം വ്യത്യാസം വരും. കണ്ടല്ലോ, സ്കൂൾ കോർട്ട്യാർഡിൽ നിന്ന് കളക്ട് ചെയ്ത മണ്ണ് ഡാർക്ക് ബ്രൗൺ കളറായിരുന്നു. സൈസ് ഓഫ് ഗ്രെയിൻസ് വളരെ വലുതായിരുന്നു, കുറച്ച് കല്ലൊക്കെ ഉള്ള അങ്ങനെ കുറച്ച് വലിയ ഗ്രെയിൻസ് ആയിരുന്നു. അണ്ടർനീത്ത് എ ട്രീ ബ്ലാക്ക് കളർ സോയിലായിരുന്നു, നനവുണ്ടായിരുന്നു, ചെറിയ ഗ്രെയിൻസേ ഉണ്ടായിരുന്നുള്ളൂ. ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ റെഡിഷ് ബ്രൗൺ സോയിലായിരുന്നു, ഓർഗാനിക് കണ്ടന്റ് ഉള്ള മണ്ണാണ്, നല്ല വളക്കൂറുള്ള മണ്ണാണ്, ഗ്രെയിൻസ് ഉള്ളതായിരുന്നു, കുറച്ച് വലിയ ഗ്രെയിൻസ് ഉണ്ടായിരുന്നു. പ്ലേ ഗ്രൗണ്ടിൽ നിന്ന് കളക്ട് ചെയ്ത് റെഡ് ആയിട്ടുള്ള സോയിലായിരുന്നു, ഡ്രൈ ആയിരുന്നു, ഗ്രെയിൻസ് വളരെ വലുതായിരുന്നു. ഓക്കെ, ഇത് വ്യത്യാസം വരും കേട്ടോ. ഡു ഓൾ ദ സോയിൽ ദാറ്റ് യു കളക്റ്റഡ് ഹാവ് ദി സെയിം കളർ? അല്ല. നമ്മൾ കളക്ട് ചെയ്ത എല്ലാ സോയിലിനും ഒരേ കളറാണോ? അല്ല, സോയിൽ ഡിഫറെൻറ്റ് കളറാണ്. നോ. ആർ ദ ഡിഫറൻസസ് ഇൻ ദ സൈസ് ഓഫ് ഗ്രെയിൻസിൻ്റെ സൈസിൽ വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. യെസ്. ഓക്കെ, ഇനി ഇവിടെ സ്റ്റോറി ഓഫ് ദ സോയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ബോക്സ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് വായിച്ചു നോക്കാം. Friends, you know me, I am the soil, I am of different types, my nature is different in different places. There are lakhs of microorganisms and many other compounds in me. I became like this through thousands of years of continuous biological and non-biological processes. Okay, എന്ത് മനസ്സിലായി? ഞാൻ സോയിലാണ്, ഞാൻ വളരെ ഡിഫറെൻറ്റ് ടൈപ്സിൽ കാണപ്പെടുന്നു അല്ലേ. എൻ്റെ നേച്ചർ ഓരോ സ്ഥലങ്ങളിലും വ്യത്യാസമായിരിക്കും, ഓരോ സ്ഥലങ്ങളിലും ഓരോ ടൈപ്പായിരിക്കും സോയിൽ, ഓരോ രീതിയിലായിരിക്കും കാണാം. അതുപോലെ തന്നെ ദർ ആർ ലാക്സ് ഓഫ് മൈക്രോ ഓർഗാനിസംസ്, എന്നിൽ ഒരുപാട് മൈക്രോ ഓർഗാനിസംസും കോമ്പൗണ്ട്സും മണ്ണിലുണ്ടെന്നാണ് പറയണത്. ഞാൻ എങ്ങനെ ആയി? ഒരുപാട് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്, ആയിരക്കണക്കിന് വർഷങ്ങൾ എടുത്ത് ഒരുപാട് ബയോളജിക്കൽ, നോൺ ബയോളജിക്കൽ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മണ്ണായിട്ട് രൂപം കൊണ്ടതെന്നാണ് പറയുന്നത്. അടുത്തത് വിത്തിൻ ദ സോയിൽ. വിച്ച് ആർ ദ ക്രിയേച്ചേഴ്സ് ദാറ്റ് ലിവ് വിത്തിൻ ദ സോയിൽ? മണ്ണിൽ എന്തൊക്കെ ക്രിയേച്ചേഴ്സ് ആണ് ജീവിക്കുന്നത്? എർത്ത് വേംസ്, ആൻസ്, മില്ലിപേഡ്, സ്നെയിൽ. ഓക്കെ, വിച്ച് ക്രിയേച്ചേഴ്സ് വർ യു ഏബിൾ ടു ഫൈൻഡ്? നമ്മളൊരു ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ക്രിയേച്ചേഴ്സിനെ കാണാൻ പറ്റുക എന്നാണ് ചോദിക്കുന്നത്. നമ്മളൊരു ലെൻസ് ഉപയോഗിച്ച് നോക്കുമ്പോൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതെല്ലാം നമുക്ക് കാണും. ബാക്ടീരിയ, വേംസ്, വൈറസസ് എല്ലാം കാണാൻ പറ്റും. വേർ ഡു ദേ ഗെറ്റ് ദ ഫുഡ്, വാട്ടർ ആൻഡ് ദ എയർ ദാറ്റ് ദേ നീഡ്? അവർക്ക് ആവശ്യമുള്ള ഫുഡും വാട്ടറും എയറും എവിടെ നിന്ന് കിട്ടുന്നു ചോദിച്ചാൽ ഫ്രം ദി സോയിൽ. സോയിലിൽ നിന്ന് തന്നെയാണ് ഇവർക്കുള്ള ഫുഡും വാട്ടറും ഒക്കെ കേട്ടോ.
അടുത്തത് എയർ ഇൻ ദ സോയിൽ. ഈസ് ദർ എയർ ഇൻ ദ സോയിൽ? സോയിലിൽ എയർ ഉണ്ടോ? ഉണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടാണ് മണ്ണിൽ എയർ ഉണ്ടോ എന്നുള്ളത് പ്രൂവ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്താ ചെയ്യണം നോക്കാം. ടേക്ക് സം ഡ്രൈഡ് ക്ലംസ് ഓഫ് സോയിൽ. ഉണങ്ങിയ മണ്ണിൻ്റെ കട്ടകൾ കേട്ടോ. ടേക്ക് സം വാട്ടർ ഇൻ എ ഗ്ലാസ് ആൻഡ് പുട്ട് ദ സോയിൽ ക്ലംസ് ഇൻ ഇറ്റ്. കണ്ടല്ലോ, ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക, എന്നിട്ട് ഈ സോയിൽ ക്ലംസിന് അതിലേക്ക് ഇടുക. വാട്ട് ഇസ് ഹാപ്പനിങ്? റൈറ്റ് ദ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ സംഭവിക്കുക? നമ്മൾ ഈ മണ്ണ് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കഴിയുമ്പോൾ, മൺകട്ടകൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ബബിൾസ് വരാൻ തുടങ്ങും. ആ ബബിൾസ് എന്താ വെച്ചാൽ എയറാണ്. ബബിൾസ് പൊങ്ങി വരും. ആ പൊങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ സോയിലിൽ ആരുണ്ട്? എയർ ഉണ്ട്. വി ക്യാൻ ഫൈൻഡ് എയർ ബബിൾസ് ഇൻ ദ ഗ്ലാസ്. അടുത്തത് വാട്ടർ ഇൻ ദ സോയിൽ. ആർ ദ ട്രേസസ് ഓഫ് വാട്ടർ ഇൻ ദ സോയിൽ? അതായത് സോയിലിൽ വെള്ളത്തിൻ്റെ ട്രേസസ് ഉണ്ടോയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഫ്കോഴ്സ് ഉണ്ട്. ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട്? എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്നാണ്. അതിനൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. കളക്ട് ദ സോയിൽ ഫ്രം ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻസൈഡ് എ ട്രാൻസ്പാരൻറ്റ് ബോട്ടിൽ. ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ നിന്ന് കുറച്ച് മണ്ണെടുക്കുക, എന്നിട്ടൊരു ട്രാൻസ്പാരൻറ്റ് ബോട്ടിലിൽ നിറയ്ക്കുക. ക്ലോസ് ദ ബോട്ടിൽ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ സൺലൈറ്റ്. എന്നിട്ട് ആ ബോട്ടിൽ അടച്ചതിന് ശേഷം സൺലൈറ്റിലേക്ക് വെക്കുക. എക്സാമിൻ ഇറ്റ് ആഫ്റ്റർ 10 minutes. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് നോക്കുക. അപ്പോൾ വാട്ട് ചേഞ്ചസ് ഡു യു ഫൈൻഡ്? എന്തൊക്കെ കാണാൻ പറ്റും? വാട്ട് ഈസ് സീൻ ഓൺ ദ സൈഡ്സ് ഓഫ് ദ വാട്ടർ ബോട്ടിൽ? ഈ വാട്ടർ ബോട്ടിലിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വി ക്യാൻ സീ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഓൺ ദ സൈഡ്സ് ഓഫ് ദ ബോട്ടിൽ. ബോട്ടിലിൻ്റെ സൈഡിലൊക്കെ വെള്ളത്തുള്ളികൾ, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് പറ്റി പിടിച്ച് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം സോയിലിൽ ആരുണ്ട്? വാട്ടറും അടങ്ങിയിട്ടുണ്ട്. അടുത്തത് ബയോമാസ് ഇൻ ദ സോയിലാണ്. ഈ സോയിലിൽ ബയോമാസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ള എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ. ഇതേപോലെ തന്നെ ഫിൽ ഹാഫ് ഓഫ് എ ഗ്ലാസ് വിത്ത് സോയിൽ ഫ്രം ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ നിന്നെടുത്ത മണ്ണ് ഒരു ഗ്ലാസിൻ്റെ പകുതി നിറച്ചിട്ടുണ്ട്. പോർ വാട്ടർ ഇൻ ടു ദിസ് ആൻഡ് മിക്സ് വെൽ. അതിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. എന്നിട്ട് അതിൽ എന്താ കാണാൻ പറ്റുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ we can see parts of stem and dry leaves. നമുക്കപ്പോൾ ബയോമാസിലെല്ലാം വരുന്നുണ്ട്. അതിൽ നമുക്ക് കുറച്ച് സ്റ്റെമ്മിൻ്റെ ഭാഗങ്ങളും കുറച്ച് ഡ്രൈ ലീവ്സൊക്കെ കാണാൻ പറ്റും. ഈ ബയോമാസ് എന്താണെന്ന് ചോദിച്ചാൽ ബയോമാസ് ഇൻക്ലൂഡ്സ് ഡ്രൈഡ് ലീവ്സ്, ഉണങ്ങിയ ഇല, പാർട്സ് ഓഫ് സ്റ്റെം, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ജീവികൾ ചത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിമൈൻസ് എല്ലാം ഉണ്ടാവും കേട്ടോ. പ്ലാന്റ്സ് ഗ്രോ അബണ്ടൻ്റ്ലി ഇൻ സോയിൽ റിച്ച് വിത്ത് മോർ ബയോമാസ്. ബയോമാസ് കൂടിയ മണ്ണിൽ നന്നായി പ്ലാന്റ്സ് വരും, നന്നായി തളിർത്ത് വരും. സോയിൽ വിത്ത് ബയോമാസ് ഈസ് ദ ഫുഡ് ഓഫ് എർത്ത് വേംസ്. അപ്പോൾ ബയോമാസ് ഉള്ള സോയിൽ എർത്ത് വേംസിൻ്റെ ഫുഡും കൂടിയാണ്. ഇവിടെ നിങ്ങളോട് ലാസ്റ്റ് വേർ ഈസ് ദ സോയിൽ വിത്ത് മോർ ബയോമാസ് ഇൻ യുവർ ഹോം സറൗണ്ടിങ്സ്. നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് ബയോമാസ് കൂടിയ സോയിൽ എവിടെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കുക. അടുത്തതൊരു പിക്ചറാണ്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. There are lakhs of creatures within and outside the soil. അതായത് മണ്ണിനുള്ളിലും പുറത്തുമൊക്കെ ആയിട്ട് ഒരുപാട് എന്തുണ്ട്? ക്രിയേച്ചേഴ്സ് ജീവിക്കുന്നുണ്ട്. പ്ലാന്റ്സ് ഗ്രോ ബൈ അബ്സോർബിങ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. അതുപോലെ പ്ലാന്റ്സ് എങ്ങനെയാണ് ഗ്രോ ചെയ്യണത്? വാട്ടറും മിനറൽസും ഒക്കെ സോയിലിൽ നിന്ന് വലിച്ചെടുത്തിട്ടാണ് പ്ലാന്റ്സ് ഗ്രോ ചെയ്യണത്. ക്രിയേച്ചേഴ്സ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്സ് ഡിപ്പെൻഡ് ഓൺ ദ സോയിൽ ഫോർ മെനി പർപ്പസസ്. നമ്മൾ ഹ്യൂമൻ ബീങ്സും എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറെൻ്റ് ആയിട്ടുള്ള പർപ്പസസിന് മണ്ണിനെ ആശ്രയിക്കുന്നുണ്ട്. വി ക്യാൻ സർവൈവ് ഓൺലി ബൈ പ്രൊട്ടക്ടിങ് ദ സോയിൽ ഫ്രം പൊല്യൂഷൻ ആൻഡ് പ്രിസർവിങ് ഇറ്റ് ഫ്രം ലോസ് ഓഫ് ഫെർട്ടിലിറ്റി. നമുക്ക് സർവൈവ് ചെയ്യണം, നമുക്ക് ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ മണ്ണിനെ പൊല്യൂഷനിൽ നിന്നെല്ലാം, മലിനീകരണത്തിൽ നിന്നെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യണം. ഓക്കെ, അതാണ് ഇവിടെ പറയണത്. അടുത്തത് നോക്കൂ, ലെറ്റസ് ആസസ് ആണ്. ലെറ്റസ് ആസസിൽ വാട്ടർ ആൻഡ് സോയിലിൽ നമുക്ക് ചെയ്യാൻ തന്നിട്ടുണ്ട്. മണ്ണിൽ എന്തൊക്കെ കോമ്പോണൻസ് ഉണ്ട്, കോമ്പോണൻസ് ഇൻ ദ സോയിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് മാത്രമല്ല കേട്ടോ, ഇനിയുണ്ട്. മിനറൽസ്, ഓർഗാനിക് മാറ്റർ, എയർ, വാട്ടർ എല്ലാം എവിടെയുണ്ട്? മണ്ണിലുണ്ട്. അടുത്തത് ക്രിയേച്ചേഴ്സ് ഇൻ ദ സോയിൽ. മണ്ണിൽ എന്തൊക്കെ ജീവജാലങ്ങളുണ്ട്? എർത്ത് വേം, ടെർമൈറ്റ്സ്, ആൻസ്, ഇൻസെക്ട്സ് എല്ലാം ഉണ്ടായിരിക്കും. അടുത്തത്
യൂസസ് ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഫോർ ഡ്രിങ്കിങ്, ഫോർ അഗ്രികൾച്ചർ, ഫോർ ബാത്തിങ്, ഫോർ ക്ലീനിങ്. അടുത്തത് വാട്ടർ റിസോഴ്സസ് ഏതൊക്കെയാണ്? വാട്ടർ സോഴ്സസ് ഏതൊക്കെയാണ്? റിവർ, റെയിൻ വാട്ടർ, പോണ്ട്, ഗ്രൗണ്ട് വാട്ടർ എല്ലാം വാട്ടർ സോഴ്സസ് ആണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. കുട്ടൻ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച്ഡ് ദ റിവർ സൈഡ് ടു പ്ലേ. കുട്ടനും ഫ്രണ്ട്സും ഒരു റിവറിൻ്റെ സൈഡിലേക്ക് വന്നു കളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ദേ ത്രൂ ദ സ്വീറ്റ് റാപ്പേഴ്സ് ഇൻ ടു ദി വാട്ടർ. അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്വീറ്റ് റാപ്പേഴ്സ് എന്ത് ചെയ്തു? വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു, റിവറിലേക്ക്. എ ഫിഷ് ഫ്രം ദ റിവർ ടോൾഡ് ദം. അപ്പം ആ വെള്ളത്തിനുള്ളിലുള്ള ഫിഷ് ഇവരോട് പറഞ്ഞു, ദ റിവർ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അസ് ജസ്റ്റ് ആസ് യുവർ ഹോം ടു യു. ഈ റിവർ ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ വീട് പോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഈ റിവർ എന്ന് ഈ ഫിഷ് ഇവരോട് പറയും. ഡു യു എഗ്രി വിത്ത് ദിസ് ഒപ്പീനിയൻ? നിങ്ങൾ ഈ ഒപ്പീനിയനോട് യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വൈ, എന്തുകൊണ്ട്? വാട്ട് ഷുഡ് ബി ഡു ടു പ്രൊട്ടക്ട് ദ വാട്ടർ സോഴ്സസ്? നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും വാട്ടർ സോഴ്സസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ? അപ്പോൾ ഈ മീൻ പറഞ്ഞ ഈ ഒപ്പീനിയനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ യെസ്, അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുക. നോ ആണെങ്കിലും എക്സ്പ്ലനേഷൻ കൊടുക്കുക. നമ്മൾ വാട്ടർ സോഴ്സസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണമെന്നും നമുക്ക് നോക്കാം ആൻസർ. Yes, I completely agree with this opinion. River-like water resources are home to other creatures. കണ്ടല്ലോ, റിവർ പോലെ തന്നെയുള്ള വാട്ടർ റിസോഴ്സസ് ബാക്കിയുള്ള ജീവജാലങ്ങൾക്ക് അവരുടെ വീടാണ്. സോ വി ഷുഡ് നോട്ട് ത്രോ വേസ്റ്റ് ഇൻ ടു ഇറ്റ്. അപ്പം നമ്മൾ വെള്ളത്തിലേക്ക് വേസ്റ്റ് വലിച്ചെറിയരുത്. യൂസ് ആൻഡ് ഡിസ്പോസ് ഹാംഫുൾ മെറ്റീരിയൽസ് പ്രോപ്പർലി. നമ്മൾ ഇതുപോലത്തെ ഹാംഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഡിസ്പോസ് ചെയ്യുമ്പോൾ, അത് കളയുമ്പോൾ പ്രോപ്പറായിട്ട് തന്നെ കളയുക. ഇങ്ങനെയുള്ള വെള്ളത്തിലേക്കും മണ്ണിലേക്കും ഒന്നും അത് വലിച്ചെറിയാതിരിക്കുക. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ക്ലാസ്സിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ ഇനാബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.